വനം വകുപ്പേ ദേശീയപാത നിർമ്മാണ തടസ്സങ്ങൾക്കെതിരായി സമരസമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് UDF പിന്തുണച്ചുകൊണ്ട് മറയൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തുകൊണ്ടും മറയൂർ മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിലിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. ഊർവലത്തിൽ പങ്കെടുത്ത എല്ലാ കക്ഷികളുടെ നിർവാഹികൾക്കും തലവർമാർക്കും எல்லாருக்கும் முதற்கண் வணக்கம். இப்போது நாளைக்கு நடத்தக்கூடிய முழு அடைப்பு போராட்டம் எதுக்கு வேண்டி அப்படிங்கிறத தலைவர் மட்டும் வழக்கம் சொன்னாங்க. அப்போது நம்ம நினைக்கும் போது மறையூரை பொறுத்தளவுக்கு ஒரு ஏரியாவில் அது பின்னோக்கணிக்கக்கூடிய ஏரியாவிலேருந்து ஒரு ஆஸ்பத்திரி போகணும்னா கூட நமக்கு மணிக்கூறுகள் ஆகுது. அது உடனடிப்பட்ட போகணும்னாலும் சரி, இங்கே அடிமாலி போகணும்னாலும் சரி, கோதமங்கலம் போகணும் சரி, இங்கோட மெடிக்கல் காலேஜ்னால் இடுக்கி கோட்டையம் அந்த மாதிரி அவ்வளோ தூரம் 150-200 கிலோமீட்டர் ட்ராவல் பண்ணால் ஒரு மெடிக்கல் காலேஜுக்கு நல்ல ட்ரீட்மெண்ட் போகணும்னு அவ்வளோ தூரம் போகிட்டு. அப்போது பல உயிர்களும் இந்த ரோடினுடைய நிலைமையாக வச்சு பாதி வழியில் உயிர் போகக்கூடிய சூழ்நிலை நமக்கு இருக்குது. நல்லா தெரியும். பல ஜீவன்களும் இந்த ரோடினுடைய சீரமைப்பு சரியில்லாதனாலையும் நல்ல ரோடு வசதி இல்லாதனால பல உயிர்களும் போயிருக்கு. அது மட்டும் இல்லாமல் டூரிசம் ஆகிட்டு முன்னோட்டு வந்துக்கிட்டு இருக்க நல்ல டெவலப் ஆகிட்டு இருக்க ஏரியா தான் மறையூர் காந்தலூர் மேகலை. இந்த மாதிரி இந்த ரோடையும் அந்த ரோட்டில் ஒரு வண்டி போச்சுன்னா சைடு கூட ஒதுங்க முடியாத அளவுக்குள்ள சூழ்நிலை, அடி இடித்து டூரிஸ்ட்டுகளை வர முடியாத அளவுக்குள்ள சூழ்நிலை. அப்போது நாட்டினுடைய வளர்ச்சிக்கு ஒரு ரோடுங்கிறது ஒரு முக்கியமான பங்கு வகிக்கக்கூடிய ஒரு பாகம். அந்த ஒரு ஃபண்டு ஒதுக்கி எம்பியோட பாகத்துலேருந்து சென்ட்ரல் கவர்மெண்ட்லேருந்து ஒரு முயற்சி பண்ணி அந்த ஃபண்டை கொண்டு வந்துட்டு வேலை செய்யறது கூட தடச நிற்கக்கூடிய LDF அரசாங்கத்துக்கு எதிராகவும் அந்த வனவகுப்பு எதிராகவும் தான் அந்த போராட்டம். இது ஒரு கட்சியினுடைய போராட்டம் அல்ல, இந்த நாட்டினுடைய எல்லாருடைய தேவை. அதனால் நாளைக்கு நடக்கக்கூடிய முழு அடைப்பு போராட்டத்தில் இங்கே இருக்கக்கூடிய எல்லா கடை வியாபாரிகளும் டிரைவர்மாரும் பொதுமக்களும் எல்லாரும் சககரித்து இந்த போராட்டத்தை வெற்றி பெற செய்ய வேண்டும் என்று கேட்டுக்கொண்டு இந்த ஊர்வலத்தில் பங்கெடுத்த அத்தனை தலைவர்மார்களுக்கும் நன்றியும் வாழ்த்துக்கூடி விடைகிறேன். நன்றி, வணக்கம். ഈ പ്രകടനത്തിന് നേതൃത്വം കൊടുത്ത മറയൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഇസ്മായിൽ, ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാളെ നടക്കുന്ന ദേവികുളം താലൂക്ക് ഹർത്താൽ വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പ്രകടനം ഇന്നിപ്പോൾ നടത്തിയത്. നമുക്കറിയാം, വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നൊരു പാത നേര്യമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശം, അതിപ്പോൾ ഹൈക്കോടതിയുടെ വിധിപ്രകാരം അവിടെ വനമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ സംഭവിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പരിസ്ഥിതിവാദി എന്ന് പറയുന്ന ഒരു MN ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾ ഒരു BJP-കാരനാണ്. അദ്ദേഹം കോടതിയിൽ കൊടുത്ത ഒരു റിട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, ആ റിട്ടിൽ പറഞ്ഞിരിക്കുന്നത് വനമായി കിടക്കുന്ന ഒരു പ്രദേശമാണ്, ആ പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല, അതിൻ്റെ റോഡിൻ്റെ വികസനം യാതൊരു കാരണവശാലും സാധ്യമാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന റിട്ട് അത് പരിഗണിച്ചുകൊണ്ടാണ് ഗവൺമെൻറ്റിൽ നിന്ന് അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം എന്താണെന്നറിയുന്നതിന് വേണ്ടി ഗവൺമെൻറ്റിനോട് ഉദ്ദേശം ചോദിച്ചപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഇടതുപക്ഷ ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി, പ്രൈവറ്റ് സെക്രട്ടറി അദ്ദേഹം കൊടുത്തൊരു നിർദ്ദേശമാണ്. ഇത് വർഷങ്ങളായി വനമായി കിടക്കുന്നൊരു പ്രദേശമാണ്, അതിൻ്റെ അവസ്ഥ വനമായി തന്നെയാണ് കിടക്കുന്നത്, അതിൻ്റെ അകത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള സാഹചര്യങ്ങളില്ല, അത് യാതൊരു കാരണവശാലും 1962 ശേഷം അതിന് മാറ്റം വന്നിട്ടില്ല, അവിടെ യാതൊരു പ്രവൃത്തിയും നടത്താൻ അനുവാദമില്ല എന്ന് പറഞ്ഞുകൊണ്ട് റിട്ട് കൊടുത്തതിൻ്റെ വെളിച്ചത്തിലാണ് ഇതേപോലെ ഹൈക്കോടതിയിൽ നിന്നൊരു വിധി, താൽക്കാലിക വിധി ഉണ്ടായിരിക്കുന്നത്. താൽക്കാലികമായ വിധിയാണ്, പക്ഷേ താൽക്കാലികമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നത് അവിടെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ മുഴുവൻ നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. ആ ഉത്തരവിൻ്റെ വെളിച്ചത്തിൽ അവിടെയുള്ള പ്രവൃത്തികൾ മുഴുവൻ നിർത്തിവെച്ചിരിക്കുകയാണ്. കോടിക്കണക്കിന് രൂപയാണ് ഇടുക്കിയുടെ MP ആയിട്ടുള്ള ഡീൻ കുര്യാക്കോസിൻ്റെ ശ്രമഫലമായി ഈ 85 NH85 വികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടത്. ആ പൈസ മുഴുവൻ ഇപ്പോൾ പാഴായി പോകുന്ന അവസ്ഥയാണ്. യാതൊരു കാരണവശാലും പ്രവർത്തികൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പിന്നെ റോഡിന് വീതി കൂട്ടാൻ കഴിയത്തില്ല. ഏതാണ്ട് 100 അടിയോളം
വീതിയുള്ളൊരു റോഡാണ്. അത് റോഡിന് വേണ്ടി 100 അടിയോളം സ്ഥലങ്ങൾ വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. റവന്യൂ വകുപ്പിന് മറ്റേ PWDക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. ആ വനം വകുപ്പ് വിട്ടുകൊടുത്തിട്ടുള്ളതാണ്. അത് വർഷങ്ങളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനകത്ത് റോഡുണ്ട്, മറ്റ് നിർമ്മാണ പ്രവൃത്തികളൊക്കെ കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഈ പരിസ്ഥിതിവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് വനം വകുപ്പിൻ്റെയൊക്കെ ഒത്താശയോടുകൂടിയാണ് ഇതേപോലെയുള്ള നടപടികൾ നടക്കുന്നത്. അതെന്ന് പറയുന്നത് മനഃപൂർവ്വം വനം വകുപ്പ് കഴിഞ്ഞ ദിവസമാണ്, ഏതാണ്ട് നാളുകൾക്ക് മുൻപാണ് വനം വകുപ്പ് അവിടെ ഉള്ള മരങ്ങൾ മുറിക്കുന്നതിന് വേണ്ടി അനുവാദം കൊടുത്തത്. ഇവിടെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കീഴിൽ ഇടുക്കി ജില്ലാ കളക്ടറാണ് അതിൻ്റെ ചെയർമാൻ. ആ ജില്ലാ കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ മരങ്ങൾ മുറിച്ചു മാറ്റിയതാണ്. അവിടെയുള്ള അപകടകരമായി നിൽക്കുന്ന റോഡ് സൈഡിൽ നിൽക്കുന്ന മരങ്ങൾ മുഴുവൻ മുറിച്ചു മാറ്റിയതാണ്. ആ സമയത്ത് ഒന്നുമില്ലാത്ത ഒരു ഉത്തരവ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇതുണ്ടാക്കിയിരിക്കുന്നത് മനഃപൂർവ്വം ദേവികുളം താലൂക്കിലെ ആളുകളെ മനഃപൂർവ്വം ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയാണ്. ഇവിടെ ടൂറിസമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്ത് ടൂറിസം സാധ്യത ധാരാളമുള്ള ഈ പ്രദേശങ്ങളിലൊക്കെ ആളുകൾ കടന്നു വരുവാൻ, ഒരു ഇടുങ്ങിയ റോഡാണെങ്കിൽ ആളുകൾ കടന്നു വരുവാൻ ബുദ്ധിമുട്ടാകും. അങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് ഇങ്ങോട്ട് ആളുകൾ കടന്നു വരാതിരിക്കാൻ, വിനോദസഞ്ചാരികൾ കടന്നു വരാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണിത് എന്ന് മാത്രമാണ് ഇതിന് പറയാനുള്ളത്. ഇപ്പോൾ നമുക്കത് മാത്രമല്ല, ഇത് വനമായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ആ റോട്ടിൽ പോയി സാധാരണ ഒരാൾക്ക് നിൽക്കാൻ പോലും കഴിയത്തില്ല. വനത്തിൻ്റെ അകത്ത് ഇറങ്ങി നിന്നാൽ വനം വകുപ്പിന് അനുവാദമില്ലാതെ വനം വകുപ്പിൽ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് കേസെടുത്ത് നടപടി സ്വീകരിക്കാം. അതുപോലും സാധാരണ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഹൈക്കോടതിയും ഒക്കെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്ന പണികളാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് നടക്കുന്നത്. പിണറായി ഗവൺമെൻറ്റും അതിന് വനം വകുപ്പും അടക്കമുള്ള ആളുകൾ ഇതിന് ഒത്താശ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരായിട്ടാണ് നാളെ നടക്കുന്ന ഹർത്താൽ. ഈ നടപടികൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നാളെ നടക്കുന്ന ഹർത്താലിൽ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും എല്ലാ പണികളും നിർത്തിവെച്ചുകൊണ്ട്, വാഹനങ്ങൾ ഓടിക്കാതെ, കടകൾ അടച്ചുകൊണ്ട് ഈ പരിപാടി, ഈ ധർണാ സമരത്തിൽ മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തമുണ്ടാകണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ നാടിൻ്റെ ആവശ്യമാണ് ഇത്, ഈ നാട്ടിലെ ജനങ്ങളുടെ മൊത്തം ആളുകളുടെ ആവശ്യമാണ്. ഈ ആവശ്യത്തിന് വേണ്ടി പൊരുതുന്ന ഈ പോരാട്ടത്തിൽ മുഴുവൻ ആളുകൾ ബ്ലോക്ക് കോൺഗ്രസ് കക്ഷിയുടെ KP ராஜன், பொதுச் செயலாளர் ஆரோக்கியதாஸ் மற்றும் மண்டலம் பிளாக் செக்ரட்டரி ஜோஷி மற்றும் முன்னாள் மண்டலம் பிரசிடென்ட் ஆன்சி ஆண்டனி, மண்டல பாரவாயிகளாகிய ஆரோக்கியசாமி மற்றும் நாகராஜ், கருணாகர சார், வார்டு பிரசிடண்டமார், பூத்து பிரசிடண்டமார், மண்டல பாரவாயிகள், நண்பர்கள், உங்கள் அனைவருக்கும் வணக்கம். எதற்காக இந்த கண்டன ஊர்வலம் நடைபெற்றது என்று கேட்டால், நமக்கெல்லாம் தெரியும், கொச்சின் தனுஷ்கோடி நேஷனல் ஹைவே தேசிய நெடுஞ்சாலை திட்டத்தின் கீழ் ராணிக்கல் முதல் அடிவாளி வரையிலுமான மரங்களை வெட்டுவதற்கு ஃபாரஸ்ட் அதிகாரிகள் முதலில் அனுமதி கொடுத்தார்கள். இப்போது வெட்டி அதனுடைய வீதிகளை கூட்டக்கூடாது என்று கேரளா சர்க்கார் ஹைகோடதியில் கேஸ் ஃபைல் செய்ததன் மூலமாக அதனுடைய அடிப்படையில் இப்போது வேலைகள் தடுக்கப்பட்டு நிற்கின்றது. அதற்கு இந்த ஒரு மாத காலமாக பல்வேறு போராட்டங்களை நடத்தியும் எந்த விதமான ஒரு நடவடிக்கையும் மேற்கொள்ள விடாமல் அரசு தடையாக இருக்கின்றது. கேரளா அரசு என்று சொன்னால் ஃபாரஸ்ட் அதிகாரிகளை கொண்டு ஹைகோடதி மூலமாக ஸ்டே வாங்குவதும், பணிகளை செய்ய விடாமல் தடசப்படுத்துவதற்கு வேண்டி ஃபாரஸ்ட் அதிகாரிகள் அங்கே நிற்கின்றார்கள். எனவே தேசிய நெடுஞ்சாலை நமக்கு வேண்டும். கொச்சியிலிருந்து புறப்படுகின்ற அந்த தேசிய நெடுஞ்சாலை தனுஷ்கோடி வரையிலும், இங்கு பழனி வரையிலும் செல்லுகின்ற இந்த சாலையை விரிவாக்கம் செய்து பணிகளை பூர்த்தி செய்ய வேண்டும் என்ற அடிப்படையில் நாளை தேவிகுளம் தாலுகா ஹர்த்தால் நடத்தப்படுகின்றது. இந்த ஹர்த்தாலுக்கு ஐக்கியதாட்சியம் பிரഖ്യാപിத்து கொண்டு UDF காங்கிரஸ் கட்சியினுடைய தலைமையில், ஐக்கிய ஜனநாயக முன்னணியின் தலைமையில் அங்கே பின்துணை கொடுக்கப்பட்டிருக்கின்றது. இந்த ஹர்த்தாலுக்கு மறையூரில் இருக்கக்கூடிய வர்த்தகர்கள், வாகன ஓட்டுநர்கள், சிறு குறு வியாபார நண்பர்கள்,
பேராதரவு தர வேண்டும் என்று இந்த கண்டன பொதுக்கூட்டத்தின் சார்பாக மறையூர் மண்டலத்தின் சார்பாக வேண்டி விரும்பி கேட்டுக்கொண்டு അടുത്തപടിയാക മുണ്ടാൾ മണ്ഡലം കോൺഗ്രസ് തലവർ ദേവികുളം താലൂക്ക് ഹർത്താലിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ ഒരു പ്രകടനമാണ് ഇപ്പോൾ നടന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ ഹർത്താൽ നടത്തുന്നത് എന്നതിനെ സംബന്ധിച്ചൊക്കെ ഒരു ബഹുമാനപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഇസ്മായിൽ നിങ്ങൾക്കെതിരായി സമരം